ചേച്ചി ഫോൺ. ഹലോ പറ, ഹലോ പറ, ഹലോ പറ. കൊടുക്കരുത്. അതല്ല, ഇവിടെ ഇത് നോക്ക്. എടാ ഇവന് ഇതിന്റെ ഫുൾ കളക്ഷനാ. ആ എടാ എത്ര വണ്ടി ഉണ്ട് ഇപ്പൊ? 1500 ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കെയിൽ മോഡലാണ്, അതായത് അംബാസിഡർ. അപ്പം കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ് ഒരു വെഡ്ഡിങ്ങിൻ്റെ അവിടെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ അംബാസിഡർ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എവിടെ വെച്ചാണെന്നല്ലേ? ഒരു വെഡ്ഡിങ്ങിൻ്റെ അവിടെ വെച്ച്. ഒരു ഹിന്ദു വെഡ്ഡിങ് ഇപ്പം നടക്കുവാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി അൺബോക്സ് ചെയ്യുന്നത് ഇവിടെ വെച്ചായിരിക്കും. അപ്പോൾ പണ്ടൊക്കെ 90s നമ്മുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്, ഹിന്ദു വെഡ്ഡിങ് ഒക്കെ നടക്കുമ്പോൾ ഈ ഒരു വണ്ടിയായിരുന്നു താരം. അപ്പോൾ എൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മ അംബാസിഡറിൽ വന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മിനിയേച്ചർ ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം ഈ വണ്ടീനെ കുറിച്ച് പറയാം. സ്കെയിൽ ആർട്സിൻ്റെയാണ് ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം 6500 രൂപയാണ് വണ്ടിക്ക്. ഡൈകാസ്റ്റ് മെറ്റീരിയലാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഫ്രണ്ടിലെ നമ്മുടെ ബമ്പേഴ്സ് വരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ക്രോം ഫിനിഷിലാണ് വണ്ടി ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഈ വണ്ടി ഒന്ന് കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് ഒന്ന് കൊണ്ടുപോയി നോക്കാം, ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന്. അപ്പം നമ്മൾ വണ്ടി തുറക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ 2 കളേഴ്സാണ്. അപ്പം ഈ ഒരു ബ്ലാക്കാണ്. അപ്പം ശരിക്കും ചിലവർക്ക് ഇത് ലൂസിഫർ സിനിമയിലെ ഒരു അംബാസിഡർ പോലെ തോന്നാം. അപ്പം നമ്മളിത് എന്തായാലും എടുക്കുവാണ്. അടിപൊളി മാർക്ക് 1 അംബാസിഡറാണ്. നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് ആണ് വണ്ടിക്ക്. ഞാനിത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് കല്യാണച്ചേർക്കൻ്റെ വണ്ടി. അപ്പം നമ്മുടെ 2 വണ്ടി അംബാസിഡർ. അപ്പം നമുക്ക് ഈ ഒരു അംബാസിഡർ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ടൊന്ന് ഹുക്ക് ചെയ്യേക്കാം. ബ്രോ എന്താ ആരെ വിളിക്കുക? ഹലോ, ഒരു മിനിറ്റ് അർജുന, ഒരു മിനിറ്റ്. ആടാ ഇന്ന് ചേച്ചിയുടെ കല്യാണം. ഓക്കെ ഓക്കെ. ഇതെന്താ സംഭവം? ഫോണോ? ഫോൺ ആടാ. നോക്ക് ഫോൺ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കത്ത് വെച്ചേക്കാം. പറ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു സ്കെയിൽ മോഡലാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മുടെ അംബാസിഡർ. അപ്പൊ ഇന്ന് റിജോയ്സിന്റെ സിസ്റ്ററിന്റെ വെഡിങ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു അംബാസിഡർ വെച്ചിട്ട് അകത്ത് ഫോണാന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ പറ്റിക്കാൻ പോവാം. അപ്പം അത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ മോഡൽ എന്താണെന്നും അതായത് ഈ ഒരു വണ്ടീനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അപ്പൊ ആദ്യം നമുക്ക് ഇതൊരു ഫോണാണെന്ന് പറ്റിച്ചാലോ? പിന്നെ അല്ല, ആരെയൊക്കെ പറ്റിക്കാൻ പോണേ? നമുക്കിപ്പോ നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. നമ്മളെല്ലാവരും നമ്മള് പറ്റിച്ചിരിക്കും. ആരും ഒന്നും എടുത്തറിയത്തില്ലല്ലോ അല്ലേ? അത് പറയാം. ഇനിയിപ്പോ നിനക്ക് തിരിച്ച് കിട്ടാണ്ടാകുമോ എന്നുള്ള എനിക്കൊരു പേടിയുണ്ട്. എനിക്കുള്ളൂ. മെയിനായിട്ട് ഈ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ സാധനം വിടത്തില്ല. ആരും പിള്ളേരൊന്നും ഇല്ല. എടുത്ത് ഫോൺ. ഹലോ പറ. സാധനം എങ്ങനെയുണ്ട്? ചെവിയിലേക്കടാ. ചെറുതായിട്ട് അതെങ്ങനെ കേൾക്കുന്നേ? അതാണ് ഡോൾബി അറ്റ്മോസ്. അതെ, അറ്റ്മോസ്. അപ്പൊ എന്തായാലും പുള്ളീനെ ചെറുതായിട്ട് പരിചയം നമുക്ക് ബാക്കിയുള്ളവരെ പറ്റിക്കാം. നമുക്ക് പറ്റിക്കാം. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day.
Yeah, I'm tired of shit, and the coffee ain't hit yet. Damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. അമ്പ അടിപൊളി. ചേച്ചി ഇതുണ്ടോ, ഫോൺ കണ്ടോ? ആ അർജുന്റെ ഫോൺ. എടാ കാണിച്ചു കൊടുത്തടാ ഫോൺ. ഫോൺ വെച്ച് ചെവിയിൽ വെച്ചോക്കെ. ഹലോ പറഞ്ഞ പൊട്ട, ഹലോ പറ. വിളിക്കും വിളിക്കും വിളിക്കും. കേക്ക് കേട്ടോ ചേച്ചി ചേച്ചി വിളിക്കേ. കേക്കണേ. ഹലോ അത് അവന്റെ ഐഡിയ ആയിരുന്നു, എന്റെ ഐഡിയ അല്ലായിരുന്നു. ഡെബിനെ ആക്കിണ്ട്, ഡെബിനെ ആദ്യം ആക്കിയേക്കണേ. എടാ ഇവന് ഇതിന്റെ ഫുൾ കളക്ഷനാ. ആ എടാ എത്ര വണ്ടി ഉണ്ട് ഇപ്പൊ? 1500 ഉണ്ട്. അല്ല കളക്ഷനാ. ഇത് ഓപ്പൺ ആവോ? ആ കണ്ട കുഞ്ഞി. ആ തട്ടി തൊളക്കറ്. കൈയടിക്കടാ. എടന്ന് കൈയടിക്കോ? ആരെങ്കിലും കൈയടിച്ചേ. ആ പൊളിച്ചു. അടിപൊളിയായിരിക്കും. ആക്ച്വലി അങ്ങനത്തെ വണ്ടി ഉണ്ടായിരുന്നു. ആ എന്റെ ഫ്രണ്ടിന്റെ ഇരിപ്പുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് വരായിരുന്നു. ചേട്ടാ ഫോൺ. ആ എങ്ങനെ ഫോൺ ചെയ്യും? ഫോണായത് ഫോൺ. ആ ഹലോ പറ. ഹലോ ഹലോ സ്കെയിൽ മോഡലാ? സ്കെയിൽ മോഡല് ചെറുതായിട്ട് കുഴപ്പമില്ല. ഇത് മൊത്തം ഇതിന്റെ വീഡിയോയിൽ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയാ. പ്രോപ്പാണ്. ഇതിന് വരുമ്പോ വീഡിയോ വരുമ്പോ നോക്കാം. മറ്റേ ഇത് ഉണ്ടായിരുന്നത് കളക്ഷൻസ് 1500 എണ്ണം. അത് കുഴപ്പമില്ല, നല്ല വീഡിയോ ഉണ്ട്. ഞങ്ങളിങ്ങനെ ആർക്കാ പണി കൊടുക്കാന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ആന്റി കറക്റ്റ് പറയുന്നത്. അത് സാരില്ല. ലൈറ്റ് എത്തോ? കൊടുക്കാൻ ഇരിക്കണുള്ളൂ. അതെ ഇനിയിപ്പോ എന്ത്. ഹലോ, ആ നമുക്ക് അടുത്തായിട്ട് നമുക്ക് രമ്യ ചേച്ചിനെ പറ്റിക്കാം. ആമ്പോ പൊളി. രമ്യ ചേച്ചിനെ പറ്റിക്കാം. പൊളി സാധനം. ചേച്ചി ഫോൺ നോക്ക്. അല്ല ഫോണാണ് നോക്കി വെച്ചോക്ക്. ഹലോ പറ. ഹലോ പറ. ഹലോ പറ.
കൊടുക്കരുത് ആ ഫോൺ ഹലോ പറ. എന്ത് സ്വഭാവം ഏട്ടാ. എടാ അതല്ലേ ഇവിടെ ഇവിടെ ഇത് നോക്ക്. കുഞ്ഞി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അതെ പെട്ടു പെട്ടു അർജുൻ പെട്ടു. അർജുൻ എല്ലാരും പറ്റിക്കാണ്ട് ഇറങ്ങിയതാണ്. അർജുൻ പെട്ടു. കുഞ്ഞിക്കും തേത്തയ്ക്കും പോവാം ട്ടാ. കുഞ്ഞിക്കും തേത്തയ്ക്കും പോവാം. ഇപ്പൊ വന്നേനെ. താരക്കും ഇല്ല കരയാൻ പോണേ. അർജുന കരയാൻ പോണേ. ആ കാണിച്ച പൊന്നോ കാണിച്ച നോക്കട്ടെ. കരഞ്ഞോ? അപ്പോൾ നമ്മുടെ കല്യാണപ്പന്തലിലെ സ്കെയിൽ മോഡൽ അൺബോക്സിങ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ മറക്കല്ലേ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ താങ്ക് യു. പിള്ളേർ വരുന്നുണ്ട്, വണ്ടി മാറ്റാം.